ഇന്ന് രാവിലെ ഞാൻ അടുക്കളയിൽ കയറുന്നതിന് മുമ്പ് വെളിച്ചം കണ്ടിട്ട് ഒന്ന് പോയി നോക്കിയതാണേ. അങ്ങനെ ഇന്ന് ഉമ്മ ഫസ്റ്റ് അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പാണ് ഞാൻ എണീക്കാൻ അത്യാവശ്യം നല്ലോണം നേരം വൈകിയിട്ടുണ്ട്. ഞാൻ വന്നപാടെ വാതിലൊക്കെ തുറന്നൊന്ന് പുറത്ത് നോക്കിട്ടോ. അപ്പോൾ നല്ല മഴ പെയ്ത് ചോർന്നിട്ടുണ്ട്, നല്ല തണുപ്പുണ്ടായിരുന്നു. വെറുതെയല്ല ഇന്ന് എണീക്കാൻ അത്യാവശ്യം നേരം വൈകിയത്. ഇങ്ങനത്തെ ദിവസങ്ങൾ പൊതുവേ മടി പിടിച്ചിരിക്കട്ടോ. മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇനി രാവിലെ ഞാൻ അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച അരിയൊക്കെ തലേന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ. അരി അരച്ച പാടത്ത് തന്നെ മോനെ ഒന്ന് മദ്രസക്ക് പറഞ്ഞയച്ച് അത് കഴിഞ്ഞിട്ടാണ് അപ്പം ചൂടാൻ നിന്നത് കേട്ടോ. ഞാൻ ഓർഡർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഈ ഒരു തട്ടിക്കൂട്ട് മുട്ടക്കറി. സംഭവം തട്ടിക്കൂട്ടാണെങ്കിൽ ഈ ഒരു അപ്പത്തിന് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ കറി. സംഭവം സിമ്പിളാണ്, അധികം സാധനങ്ങൾ ആവശ്യങ്ങൾ ഇല്ല കേട്ടോ. ഒരു സവോള, ഒരു തക്കാളി, 2 മുട്ട, വേണമെങ്കിൽ 2 മതിയിൽ ഒന്നായാലും കുഴപ്പമൊന്നുമില്ലേ. സംഭവം ഉടായ്പ കറിയാണെങ്കിലും എല്ലാത്തിനും നല്ല കോമ്പിനേഷനുള്ളൊരു കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും തക്കാളിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. വാടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് മസാലപ്പൊടികളാണ്. മെയിനായിട്ട് ഇതാ മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകത്തിൻ്റെ പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇടുമ്പോൾ കുറച്ചധികം ഇട്ടിട്ട് പിന്നെ എരിവിന് പാകത്തിന് മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് മസാലേൻ്റെ പച്ചമണം മാറുകളൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പാകത്തിന് ഉപ്പും കൂടിയും ചേർക്കാൻ മറക്കരുത്. എന്നിട്ട് ആ വെള്ളം തിളച്ച് വരുമ്പോൾ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. നല്ലോണം ഇളക്കണ്ട, അപ്പോൾ മുട്ട നല്ലോണം ഉടഞ്ഞു പോവുകയെ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊരു മുട്ട വേവണ ആ ടൈം ഒരു 1 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുത്ത് ഒരു ഉടായ്പാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറി റെഡി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.